വാർത്തകൾ തുടരുമ്പോൾ വയനാട്ടേക്ക് തന്നെയാണ്. വയനാട് മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടൽ എന്നുള്ള സൂചനയാണ്. ചൂരൽമലയിൽ ബെയിലി പാലത്തിന് സമീപം പുഴയിൽ കുത്തൊഴുക്ക്, പുന്നപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. മണ്ണിടിച്ചിൽ ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്നും ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പുന്നപ്പുഴയിൽ അടക്കം തന്നെ ജലനിരപ്പ് ഉയർന്നു. വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്കാണ് നമുക്ക് പുഴയിലടക്കം കാണാൻ സാധിക്കുന്നത്. ബെയിലി പാലത്തിന് സമീപമാണ് വലിയൊരു രീതിയിൽ ഇത്തരത്തിലുള്ള കുത്തൊഴുക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശവാസികളടക്കം പറയുന്നത് ഈ മലയിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു എന്നുള്ളതെല്ലാം തന്നെയാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നതിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും ഇപ്പോൾ അവിടെ നാട്ടുകാരടക്കമുണ്ട്. അവർ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഏതായാലും അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രിയോടുകൂടി ഒരു ശബ്ദം കേട്ടു, അതുപോലെ തന്നെ ചെളിയുടെ മണമുണ്ടായി. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ചെളിയുടെ മണമുണ്ടായി എന്നുള്ള കാര്യമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഉണ്ടായ പോലെ ഒരു മണം, അതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും അതാണ് അവരുടെ സംശയത്തിനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നിൽക്കുന്ന ഈ ബെയിലി പാലത്തിനിപ്പുറം, അതായത് അപ്പുറം കാണുന്ന ചൂരൽമല പ്രദേശം, അവിടെ ചില തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ആ തേയിലത്തോട്ടത്തിൽ കുറച്ച് ആളുകൾ ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരെ ഇപ്പോൾ തിരികെ തിരിച്ചു വിളിക്കുകയാണ്. അവിടെ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പലരും തിരിച്ചു മടങ്ങുന്നുണ്ട്. അവിടെ നേരത്തെ ഈ ദുരന്തത്തിന് പിന്നാലെ അവിടെ ഈ തൊഴിലാളികൾക്ക് നിയന്ത്രണങ്ങളോട് ജോലി ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അവിടെ ആ തേയിലത്തോട്ടത്തിൽ, ആ കാണുന്ന തേയിലത്തോട്ടത്തിൽ ആളുകൾ ജോലിക്ക് പോയിരുന്നത്. ഏതായാലും അവരെ ഇപ്പോൾ തിരിച്ച് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലയ്ക്ക് അപ്പുറം ആദിവാസി മേഖലയുണ്ട്. ആ മേഖലയിൽ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യവും കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ മണ്ണിടിച്ചിൽ സാധ്യത തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മുണ്ടക്കൈ, അതുപോലെ തന്നെ അട്ടമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത തന്നെയാണ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ഇതുവരെ വയനാട്ടിൽ പെയ്തത് ഏതാണ്ട് 95 മുകളിൽ മില്ലിമീറ്റർ. വയനാട്ടിലല്ല, ഈ മുണ്ടക്കൈ മേഖലയിൽ മാത്രം പെയ്തത് 100 മില്ലിമീറ്ററിനടുത്ത മഴയാണ്. അതാണ് ഇത്ര ശക്തമായി ഈ മലവെള്ളപ്പാച്ചിലുണ്ടാകാനുള്ള സാധ്യതയെന്നും പറയുന്നുണ്ട്. ഏതായാലും അതിശക്തമായി കുത്തിയൊലിച്ച് കലങ്ങി മറിഞ്ഞ് പുഴ ഒഴുകി വരികയാണ്. അതിൽ ചെളിയാണ് കൂടുതലും നമുക്ക് കാണുന്നത്. ചെളി നിറമാണ് പുഴയ്ക്ക് ഉള്ളത്. മറിച്ച് മരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ആ പുഴയിലൂടെ ഒഴുകി വരുന്നില്ല എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നാട്ടുകാർ വലിയ ആശങ്കയിൽ തന്നെയാണ് ആ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധവുമായി അടക്കം ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ബെയിലി പാലത്തിനോട് ചേർന്നൊക്കെ അതിശക്തമായി തന്നെ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് ഈ പുഴ ഒഴുകി വരുന്ന പുന്നപ്പുഴ എത്തുന്ന ആ മുകളിൽ മല മേഖലകളിലടക്കം ശക്തമായ മഴ, കാട്ടിൽ ശക്തമായ മഴയുണ്ടെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ അതിശക്തമായ മഴ ഇപ്പോൾ തുടരുന്നു. അതുപോലെ തന്നെ പുന്നപ്പുഴയിൽ അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ആശങ്ക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ ദുരന്തം ഉണ്ടാകുന്നത് ഇതേ സമയത്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ഇതുപോലെ തലേ ദിവസം പുന്നപ്പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടാകുന്നു. ആ കുത്തൊഴുക്ക് കഴിഞ്ഞ് അന്ന് രാത്രിയോടുകൂടിയാണ് കേരളത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ട് മുണ്ടക്കൈയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പലരും ഉറക്കത്തിലേക്ക് പോയ ആ ഒരു സമയത്താണ് 2ലേറെ തവണ ഉരുൾപൊട്ടി ആളുകൾ അതിനടിയിലേക്ക് പോകുന്നതും പിന്നീട് കേരളം കണ്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് പുന്നപ്പുഴയിൽ ഈ കുത്തൊഴുക്ക് കാണുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാകുന്നത്. ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് പുഴ ഒഴുകി വരുന്നത് മുകളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ളത്. ഏതായാലും ഈ മേഖലയിൽ ഒരു പരിശോധന, മണ്ണിടിച്ചിലടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണ്. അതിൽ ചില നാട്ടുകാർ പറഞ്ഞതാണ്, ഇങ്ങനെ
ശബ്ദം കേട്ടു, ഒരു ശബ്ദം കേട്ടു. അതുപോലെ തന്നെ ചെളിയുടെ ഒരു മണം ഉണ്ടായിരുന്നു ആ വെള്ളത്തിന് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവർക്ക് അറിയാവുന്നതാണ്. അവർ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് പലരും. അവർക്ക് ആ മണം നന്നായി തന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ ആ മണം ഉണ്ടായിരുന്നു ഈ ചെളിയുടെ ഈ വെള്ളത്തിലെന്നാണ് പറയുന്നത്. ഞാൻ തോന്നുന്നു ചെയ്തിട്ടെ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷംഷാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷംഷാദ്, നിലവിൽ ഇപ്പോൾ മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടൽ എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. താങ്കൾ അവിടെയുള്ള ആളാണ്. നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? നിലവിൽ നമുക്ക് കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മണ്ണും വേസ്റ്റുകളും അടക്കം മഴ ശക്തമായി പെയ്തതിന്റെ ഭാഗമായി വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുകയും അതിനോടൊപ്പം ആ വേസ്റ്റ് താഴേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ജില്ലാ കളക്ടർ നിന്നും മനസ്സിലായത്. ജില്ലാ കളക്ടറെ വിളിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിന്റെ ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. അവരിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം ഡെബ്രിസുകൾ വേസ്റ്റുകൾ വെള്ളത്തിൽ ഒഴുകി വന്നതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളൊരു സാധ്യതയില്ല. വേസ്റ്റ് ഒഴുകി വന്നത് മാത്രമാണ്. അത് സ്വാഭാവികമായി വരും. കാരണം അവിടെ സ്റ്റേബിൾ അല്ലാതെ നിൽക്കുന്ന മണ്ണും മറ്റു കാര്യങ്ങളും ഒക്കെ വെള്ളത്തിന്റെ കൂടെ ഒഴുകി വരുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ പുന്നപ്പുഴയിലൂടെയാണ് അത് ഒഴുകേണ്ടത്. അവിടെ പുഴയുടെ ഒരു ഗതി തന്നെ പല രീതിയിലാവുകയും അത് നേരെയാക്കുന്നതിന് വേണ്ടി മണ്ണെല്ലാം ഇട്ട് രണ്ട് വശങ്ങളിലും മണ്ണെല്ലാം ഇട്ടിരുന്നു. പക്ഷെ ഈ വെള്ളം കൂടുതലായി ഒഴുകിയതോടുകൂടി ആ ഒരു മണ്ണുകളടക്കം താഴേക്ക് ഒഴുകി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്നുള്ളത് വേണ്ടി ആളുകൾ രാവിലെ ബെയിലി പാലം കടന്ന് പോയിരുന്ന ആളുകളാണ്. അവരെല്ലാവരും തിരിച്ച് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ നിലവിൽ പോലീസും ഫയർഫോഴ്സും അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഈ ബെയിലി പാലത്തിന്റെ എതിർവശത്ത് കൂടുതൽ തൊഴിലാളികളുണ്ട്. അവരെ തിരിച്ച് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ അവിടെ പുരോഗമിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ജനങ്ങളും ഈ പോലീസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവിടെ നിലവിലെ ഒരു സാഹചര്യം? നിലവിൽ അത്തരം വിവരങ്ങളില്ല. ഞാനിപ്പോ അതിനൊരു മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. ശ്രീ ഷംഷാദ്, കേൾക്കുന്നുണ്ടോ? വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. നന്ദി ശ്രീ ഷംസാദ്. ഇപ്പോൾ ആന്റണിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ആന്റണി, ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത്. ആശങ്കാജനകമായ സാഹചര്യം ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് നിലവിൽ പുഴയിലടക്കം തന്നെ വരുന്നത്. നിലവിൽ പോലീസും അവിടെ പ്രദേശത്തുള്ള ജനങ്ങളും പ്രദേശവാസികളും അടക്കം നേരിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യമാണോ അവിടെ ഉള്ളത്? നിലവിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യത നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അടക്കം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യതയാണ്. അതാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി ഒഴുകി വരാനുള്ള സാധ്യത. കാരണം നേരത്തെയും ഈ മേഖലയിൽ ചെറിയ രീതിയിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഉണ്ടായ പോലെ ആ മേഖലയിൽ ഉണ്ടായിരുന്ന മണ്ണ് അടക്കം ഇപ്പോൾ ഒലിച്ച് വരുന്നു, ആ വേസ്റ്റ് അടക്കം വരുന്നു എന്നുള്ളതാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് വരാനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും ഇങ്ങനെ വെള്ളം ഇത്തരത്തിൽ വരുന്നതിൽ ചില ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധമാണ് അവിടെ നമ്മൾ നേരത്തെ കാണുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ആ തേയിലത്തോട്ടത്തിലടക്കം ജോലിക്ക് പോയ ആളുകളെ തിരിച്ച് ഈ ചുരൽമല ഭാഗത്തേക്ക് ഈ എല്ലാവരും നിൽക്കുന്ന ബെയിലി പാലത്തിന് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ രാവിലെ ജോലിക്ക് പോയ ആളുകളാണ്. അവരെയൊക്കെ ഇപ്പോൾ തിരിച്ച് ബെയിലി പാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിക്കാനുള്ള നടപടികളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യത എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ചൂരൽമലയിൽ കനത്ത മഴ തുടരുകയാണ്. ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്ക്, പുഴയിൽ നീരൊഴുക്ക് കൂടി. കൽപ്പറ്റ ബൈപ്പാസിൽ എസ്റ്റേറ്റ് റോഡ് തകർന്നു. സമീപത്തെ വീടുകൾ അപകട ഭീഷണിയിലാണ്. വലിയ രീതിയിൽ ഈ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതടക്കം തന്നെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫയർഫോഴ്സും പോലീസും പ്രദേശത്തുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരടക്കം അവിടെ